എടാ നമ്മൾ ഇവിടെ നിന്ന് ഇവനെ എങ്ങോട്ട് കൊണ്ടുപോകും? എനിക്കറിയില്ലടാ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവനാണെങ്കിൽ ബോധം പോലും വന്നിട്ടില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ പറ്റുമെന്നാണ് ഞാൻ ആ ബുക്കിൽ വായിച്ചത്. അടുത്തിനി ആരാണോ എന്തോ, പേടിയാവുന്നു. നമ്മളിവിടെ സഹായിക്കാൻ ആരും വരില്ല. ഷോ, വീട്ടുകാർ പോലും അന്വേഷിച്ച് വരുന്നില്ലല്ലോ. അവരെവിടെന്നും പറഞ്ഞ് നമ്മളെ തിരക്കാനാ? ഈ കാട്ടിലാണെങ്കിൽ റേഞ്ച് പോലും ഇല്ല. അർജുൻ്റെ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? മിക്കവാറും നമ്മളെല്ലാവരും വെള്ളം കിട്ടാതെ തന്നെ മരിക്കും. ഒന്നാമത് ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു, എനിക്ക് ഒട്ടും വയ്യ. പുറത്തുനിന്ന് ഒരാളുടെ സഹായം ഇല്ലാതെ ഈ ഡോറ് തുറക്കത്തില്ല. അങ്ങനെയാ ബുക്കി പറഞ്ഞിരിക്കുന്നത്. ഈ കാട്ടിൽ ഇനി ആര് വരാനാ? നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ലെന്നാ തോന്നുന്നത്. പാവ എൻ്റെ അനിയത്തിയും അമ്മയും അച്ഛനും ഒക്കെ തിരക്കുന്നുണ്ടായിരിക്കും. എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടിയില്ലായിരുന്നു. അതെ, നമ്മളിപ്പോൾ കാണിച്ചത് കുറച്ച് കൂടുതലാണ്. എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടിയില്ലായിരുന്നു. അർജുൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം വരുന്നത്. നമ്മുടെ വീട്ടുകാരെ പോലെയല്ലേ അവൻ്റെയും വീട്ടുകാർ. അവൻ്റെ വീട്ടുകാർ അവനെ തിരക്കുന്നുണ്ടായിരിക്കുമല്ലോ. അവനാണെങ്കിൽ എന്ത് പറ്റിയെന്ന് പോലും അറിയില്ല. ആ മിസ്സിംഗ് ആയ പിള്ളേരുടെ കാര്യം എന്തായി? ആ സാർ, അത് അന്വേഷിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് കോള് പോകുന്നില്ല. അത് ട്രാക്ക് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടെത്തിയോ? ആ, അത് കണ്ടെത്തിയായിരുന്നു. ഏതോ ഒരു കാടിനകത്താ. ഈ പിള്ളേരെന്തിനാ കാടിലൊക്കെ പോയേ? വഴിമാറി എങ്ങാനും ചെന്നതാവും. ഇന്ന് തന്നെ അതൊക്കെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം. വലിയ പിടിപാടുള്ള ടീംസാ. അതിലെ ഒരു കുട്ടിയുടെ അമ്മയും അച്ഛനും. ആ സാർ, ഉടനെ തന്നെ ചെയ്യാം. അത് കണ്ടോ സാർ, അവിടെയായിട്ടാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അത് ഏകദേശം ഗോവയുടെ അടുത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളിലോട്ടൊരു കാട്ടിലോട്ടാ. എന്നാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ പോകണം. കാണാതായിട്ട് തന്നെ 3-4 ദിവസമായി. കാടിനകത്ത് ആയതുകൊണ്ട് അവർക്ക് ഭക്ഷണമൊന്നും കിട്ടിക്കാണില്ല. അപ്പോൾ ഇനിയും നമ്മൾ താമസിക്കുന്ന റിസ്ക്കാ. നമ്മൾ വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് തരണമെങ്കിൽ അവർ കോൺഷ്യസ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ പോകണം. ഓക്കെ സാർ. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, നല്ല ക്ഷീണമുണ്ട്. തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു. അത് നമ്മളാരും ഫുഡ് കഴിച്ചില്ലല്ലോ, അതാ. ഇത് പിടിക്കുക, അവള് വീഴുന്നു. സാറാ, നീയും പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കുറച്ച് വെള്ളം കിട്ടിയെങ്കിൽ കൊടുക്കായിരുന്നു. നിങ്ങൾ മാറി, ഞാൻ പിടിക്കാം. സാറാ, ഇവിടെ എവിടെ കിടത്താനോ? നമുക്ക് ആ ഒഴിഞ്ഞു കിടക്കുന്ന റൂമിൽ കിടത്താം. ഞാൻ കുറച്ച് വെള്ളം കിട്ടുമോ നോക്കിയിട്ട് വരുന്നു. അറിയോ ഓക്കെ ലീന? ഇപ്പം കുഴപ്പമില്ല. അവരൊക്കെ എവിടെയാ? അവരൊക്കെ അർജുൻ്റെ അടുത്തുണ്ട്. ശരിടാ, എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കേടാ. വരുൺ. എന്താടാ? താങ്ക്സ്. നോ മെൻഷൻ. ഓക്കേടാ, ഞാൻ പിന്നെ വരാം. ആരെങ്കിലും പറഞ്ഞു വിടാം.